വാതിലിൻ്റെ പിറകിലാണ് നമ്മൾ ഈ വീട്ടിൽ ഒരുക്കിയിരിക്കുന്ന സിനിമാറ്റിക് ഗേറ്റ്വേ. വീടിൻ്റെ ബാക്കിയുള്ള ഡിസൈൻസായി ബ്ലെൻഡായി പോകുന്ന രീതിയിലെ എക്സ്റ്റീരിയറാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ അകത്ത് ഇത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ഉണ്ടെന്ന് ആർക്കും ഒരു ഐഡിയ കാണത്തില്ല. സോ ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഹാസ് ഫോർ us. ഈ ഹോം സിനിമയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ആരും ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്ലി ദ ടി വി. ഒരു ഹോം സിനിമയിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള സൈറ്റാണ് ടി വി എന്ന് പറയുന്നത്. LGയുടെ 65 ഇഞ്ച് OLED ടി വി ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അബ്സല്യൂട്ട്ലി ഫിനോമിനൽ ആയിട്ടുള്ള ബ്ലാക്ക് ലെവൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സെക്കൻഡ്ലി ഇവിടെ കാണുന്നതാണ് ഡിസൈൻസ്. ഫുള്ളി അക്കൂസ്റ്റിക് ഫാബ്രിക് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ജോമെട്രിക് അപ്പോൾസ്ട്രി ഡിസൈൻസ് ആണ് ഫ്രണ്ട്, സൈഡ് ആൻഡ് ബാക്ക് വാൾസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഫ്രണ്ട് വാൾസിൽ കോഫി ബ്രൗൺ കളറിലെ യൂണിഫോം ആയ പാറ്റേണും സൈഡ് ആൻഡ് ബാക്ക് വാൾസിൽ നോൺ യൂണിഫോം ആയിട്ടുള്ള പാറ്റേണും കൂടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഫാബ്രിക് പാനൽസ് നമ്മൾക്ക് ഡിസൈൻ ആസ്പെക്റ്റ് അല്ലാണ്ട് അക്കൂസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പോളി ഫൈബർ ബാക്കിംഗ് ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 0.7 NRC വരെ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി NRC എന്ന് മീൻ ചെയ്യുന്നത് ഈ ഒരു ഫാബ്രിക് എത്രത്തോളം സൗണ്ട് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വാണ്ടിറ്റീനെയാണ്. ഈ ഒരു പേർപ്പസിന് വേണ്ടി തന്നെയാണ് മുകളിലുള്ള സീലിങ്ങിൽ നമ്മൾ പെറ്റ് പാനൽസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഡിസൈനിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ്സ് നമുക്ക് നോക്കാം. സീലിങ്ങിൽ നോക്കിയാൽ ഓപ്റ്റിക്കൽ ഗാലക്സിയുടെ ലൈറ്റിംഗ് ഒരു കോസ്മിക് എഫക്റ്റ് ഈ ഒരു തിയേറ്ററിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിസെറ്റ് സീലിങ്ങിൻ്റെ അവിടെയുള്ള ലൈറ്റ്സ് ഒരു സോഫ്റ്റ് ഗ്ലോ ആണ് നൽകുന്നത്. അപ്പോൾ ഒരു മൂവിയൊക്കെ കാണുമ്പോൾ വളരെ നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് ലൈറ്റ്സും സഹായിക്കുന്നുണ്ട്. പിന്നെ വരുന്ന ഹാർഡ് ലൈറ്റ്സിലുള്ളതാണ് ഈ വാൾസിൽ കാണുന്ന പ്രൊഫൈൽ LEDs. ഒരു സോങ് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഈ റൂം മൊത്തത്തിൽ ഒന്ന് ഇല്യൂമിനേറ്റഡ് ആക്കാനായിട്ട് ഈ ലൈറ്റ്സ് സഹായിക്കും. പിന്നെ ബാക്കി വരുന്ന യൂട്ടിലിറ്റേറിയൻ കാര്യങ്ങൾക്കൊക്കെ സീലിംഗ് ലൈറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു മൂവി ഇവിടെ ഇരുന്ന് കാണുക എന്നുള്ളൊരു എക്സ്പീരിയൻസ് ആൻഡ് കൺവീനിയൻസ് വളരെയധികം എലവേറ്റ് ചെയ്യും. നമുക്കിനി ബ്രെയിൻ ഓഫ് ദ ഹോം തിയേറ്ററിനെ കുറിച്ച് സംസാരിക്കാം. ഏതൊരു ഹോം തിയേറ്ററിൻ്റെയും പവർ ഹൗസാണ് അതിൻ്റെ AVR എന്ന് പറയുന്നത്. ഇവിടെ കാണുന്ന AVR റാക്കിൽ താഴെ തട്ടിൽ കാണുന്നതാണ് മറാൻസിൻ്റെ ലേറ്റസ്റ്റ് മോഡലായ സിനിമ 50. 8K സപ്പോർട്ട് വരുന്ന ഈ ഒരു മോഡലിന് 9 സ്പീക്കേഴ്സും 4 സബ് വൂഫേഴ്സാണ് സപ്പോർട്ട് വരുന്നത്. 8 ohmസിൽ 110 watts ആണ് ഇതിൻ്റെ പവർ ഔട്ട്പുട്ട്. ഇത് കൂടാതെ ഡോൾബി ആറ്റ്മോസ്, DTS-X, IMAX എൻഹാൻസ്ഡ്, ഓറോ 3D എന്നീ മൾട്ടി ചാനൽ സറൗണ്ട് ടെക്നോളജീസ് എല്ലാം ഈ AVR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം റിച്ച് സൗണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിൽ നിന്ന് തീർച്ചയായും എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ റൂമിനനുസരിച്ച് സൗണ്ട് കാലിബ്രേറ്റ് ചെയ്യുന്നതിനായി ഒഡിസി, ഡിറാക്ട് ലൈവ് എന്നീ പറഞ്ഞ 2 ടെക്നോളജീസും ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കേഴ്സിന് നമുക്ക് പരിചയപ്പെടാം. ഇവിടെ കാണുന്നത് ഫുള്ളി എമോട്ടീവ് പാക്കേജിൻ്റെ സ്പീക്കേഴ്സാണ്. ഈ ഫ്രണ്ടിൽ തന്നെ കാണുന്ന മാസീവ് ആയിട്ടുള്ള ഫ്ലോ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സ് ഫുള്ളി ഇമോട്ടീവയുടെ എമോട്ടീവ് T2+ സീരീസിലെ സ്പീക്കേഴ്സാണ്. ഇതൊരു അമേരിക്കൻ ബ്രാൻഡ് ആയതുകൊണ്ട് യു ക്യാൻ എക്സ്പെക്ട് വേ മോർ അപ്ബീറ്റ് ആൻഡ് ഫോർവേഡ് സൗണ്ട് ക്വാളിറ്റി ഫ്രം ഇറ്റ്. ഇനി ഇതിൻ്റെ സ്പെക്സ് വരുന്നത് 3-way ഡ്രൈവർ കൺഫിഗറേഷൻ ആണിതിൽ. 8 ഇഞ്ച് ഡുവൽ വൂഫറും 5.25 ഇഞ്ച് മിഡ് റേഞ്ച് 32 mm ഒരു ഫോൾഡഡ് മോഷൻ ട്വീറ്റേഴ്സുമാണ്. പവർ ഹാൻഡ്ലിംഗ് വരുന്നത് 4 ohmസിൽ 200 watts വരെയാണ്. സെൻസിറ്റിവിറ്റി 91 dB വരെയാണ് വരുന്നത്. ഈ സെൻറ്ററിൽ കാണാൻ പറ്റുന്ന സ്പീക്കറാണ് എയർമോട്ടീവ് C2+. സെയിം വിഷ്വൽ ആസ്പെക്ട്സ് തന്നെയാണ് ഈ സ്പീക്കറിനും വരുന്നത്. 3-way തന്നെയാണ് ഇതിലും. 6.5 ഇഞ്ച് ഡുവൽ വൂഫേഴ്സ്, 3 ഇഞ്ച് ഡുവൽ മിഡ് റേഞ്ച് ആൻഡ് 32 mm ഫോൾഡഡ് മോഷൻ ട്വീറ്റർ. പവർ ഹാൻഡ്ലിംഗ് അപ് ടു 150 watts at 4 ohms. സെൻസിറ്റിവിറ്റി വരുന്നത് 93 dB ആണ്. ബാക്കിൽ ഈതർ സൈഡിൽ വരുന്ന സ്പീക്കേഴ്സ് എയർമോട്ടീവ് B2+ ആണ്. 2-way കൺഫിഗറേഷനിൽ 6.5 ഇഞ്ച് വൂഫറും 32 mm ഫോൾഡഡ് മോഷൻ ട്വീറ്ററുമാണ് ഇതിൽ വരുന്നത്. സെയിം 4 ohms 125 watts വരെയാണ് ഇതിൻ്റെ പവർ ഹാൻഡ്ലിംഗ്. സെൻസിറ്റിവിറ്റി വരുന്നത് 86 dB ആണ്. ഇനി മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഡോൾബി ആറ്റ്മോസ് സ്പീക്കറായി കൺഫിഗർ ചെയ്തിട്ടുള്ള ഇമോട്ടീവയുടെ തന്നെ എയർമോട്ടീവ് വോൾട്ട സ്പീക്കേഴ്സാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് ഡ്രൈവർ സൈസ് 6.5 ഇഞ്ച് വൂഫറും
മിഡിൽ ആയി 25mm ഒരു സ്വിവൽ ചെയ്യാൻ പറ്റുന്ന ട്വീറ്ററുമാണുള്ളത്. 8 ohmsൽ 150 watts പവർ ഹാൻഡ്ലിംഗ് ആണ് നൽകിയിട്ടുള്ളത്. 85 dB ആണ് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വരുന്നത്. സബ്വൂഫർ മാത്രമാണ് ഇവിടെ വേറെ ബ്രാൻഡായി നിൽക്കുന്നത്. SVSൻ്റെ PB1000 Pro ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മോഡൽ. 12-inch ഡ്രൈവിൽ 325 watts പവർ ഔട്ട്പുട്ടാണ് ഇത് നൽകുന്നത്. ഫ്രണ്ട് പോർട്ടഡ് സബ്വൂഫർ ആയതുകൊണ്ട് തന്നെ മൂവി കാണുമ്പോൾ ഒരു ഡീപ്പ് റംബ്ലിംഗ് ബേസ് ആണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ സിനിമ കാണുമ്പോൾ ആർക്കും ചെവിക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോരോ സ്പീക്കേഴ്സിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ഈ തിയേറ്ററിലെ എല്ലാ സ്പീക്കേഴ്സും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഇനി മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ സ്റ്റെറിയോ ആണെങ്കിലും മൾട്ടി ചാനൽ സ്റ്റെറിയോ ആണെങ്കിലും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സൗണ്ട് സ്റ്റേജ് ആൻഡ് ഇമേജിങ് അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മൂവീസിൻ്റെ കാര്യം വരുമ്പോൾ ഡയലോഗ്സ് ഒക്കെ വളരെ ക്രിസ്പാണ്. 3-way 3 ചാനൽ സ്പീക്കേഴ്സ് ആയതുകൊണ്ട് തന്നെ വളരെ വാസ്റ്റ് ആൻഡ് ഓപ്പൺ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമ്മൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ എല്ലാ മൂവീസും ഈ സ്പീക്കേഴ്സ് വളരെ എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. ഇനി സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ ബാക്കിൽ സ്റ്റെപ്പ് റൈസറിൻ്റെ മേളിൽ കാണുന്നത് ഈ 3-seater-ആയ കംഫർട്ടബിൾ ചെയർസ് ആണ്. അതേപോലെ തന്നെ ഫ്രണ്ട് റോയിൽ 2 മാനുവലി റിക്ലൈൻഡ് ആയിട്ടുള്ള ചെയർസ് ആണ്. അതേപോലെ തന്നെ ഈ വാൾസിൽ കാണുന്ന ഡിസൈന് സെയിം ആയിട്ട് ബ്ലെൻഡായി പോകുന്ന രീതിയിലാണ് ഈ ചെയർസിനും ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി മിസ്ലേനിയസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള അലക്സ നമ്മൾ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറിൽ വലിയൊരു സ്ക്രീൻ വേണം എന്നാണെങ്കിൽ ഒരു പ്രൊജക്ടർ അല്ലെങ്കിൽ ഒരു ബിഗർ സ്ക്രീൻ എന്നുള്ളൊരു ഫ്യൂച്ചർ പ്രൂഫ് നമ്മൾ ഓൾറെഡി അഡീഷണൽ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ഹോം തിയേറ്റർ ഉണ്ടെന്ന് തന്നെ ആർക്കും ഒരു ഐഡിയ കാണത്തില്ല. അത്രയും സൗണ്ട് പ്രൂഫ് ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ വാൾസിൽ നമ്മൾ റോക്ക് വൂൾ വെച്ചിട്ടാണ് കൺസീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റൂമിന് പുറമെ നമ്മളിപ്പോൾ ബെഡ്റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലുള്ള ശബ്ദം അവിടേക്ക് വരത്തേയില്ല. നമ്മുടെ കൺസ്ട്രക്ഷൻ കമ്പനി നമുക്ക് ഹോം തിയേറ്ററിന് വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ടീമും ഇംപ്ലിമെൻറ്റേഷൻ ടീമും മാനേജ്മെൻറ്റ് ടീമും നമുക്ക് ഇവിടെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയാണ്. അക്കോസ്റ്റിക് ചെയ്യാൻ വേണ്ടിയുള്ള വർക്കേഴ്സ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗണ്ട് സിസ്റ്റം ആൻഡ് ഡിസ്പ്ലേ അതിനുവേണ്ടി പ്രത്യേകം ടീം നമുക്കുണ്ട്. അതേപോലെ തന്നെ ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി സൈറ്റ് സൂപ്പർവൈസിങ് ടീം, അങ്ങനെ എല്ലാ വിങ്ങും ഹോം തിയേറ്ററിന് വേണ്ടി ഡെഡിക്കേറ്റഡായിട്ട് നമുക്ക് ഉണ്ട്. ഓൾ കേരള ആൻഡ് തമിഴ്നാട് 2 സ്റ്റേറ്റ് നമ്മൾ കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബഡ്ജറ്റ് ഓറിയൻറ്റായിട്ട് കസ്റ്റമറുടെ ബഡ്ജറ്റിനനുസരിച്ച് എങ്ങനെ ഒരു ഹോം തിയേറ്ററിൻ്റെ ഡെലിവറി ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മുടെ വർക്കിംഗ് സിസ്റ്റം വരുന്നത്. പല ബഡ്ജറ്റുകളിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഹോം തിയേറ്റർ, ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഉൾപ്പെടെയും സ്ക്രീനിങ്ങും ഓഡിയോ സിസ്റ്റവും അക്കോസ്റ്റിക് മാത്രമായിട്ടും എല്ലാ രീതിയിലും നമ്മൾ ഹോം തിയേറ്ററിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്പനി. അപ്പം എല്ലാ കസ്റ്റമേഴ്സിനെയും ഓൾവേസ് വെൽക്കം. താങ്ക് യു.